കാഞ്ഞിരപ്പുഴയുടെ തീരത്ത് വീണ്ടും എക്സൈസിന്റെ വൻ വാഷ് വേട്ട 810 ലിറ്റർ വാഷ് കണ്ടെത്തി നശിപ്പിച്ചു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസും നിലമ്പൂർ ജനമൈത്രി എക്സൈസ് സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ നിലമ്പൂർ താലൂക്കിലെ കുറുമ്പലങ്ങോട് മതിൽമൂല കാഞ്ഞിരപ്പുഴയുടെ തുരുത്തിൽ വെച്ച് വാറ്റുകേന്ദ്രവും ഒളിപ്പിച്ചു സൂക്ഷിച്ച 810 ലിറ്റർ വാഷും കണ്ടെത്തി. വാഷ് കൈകാര്യം ചെയ്ത മതിൽമൂല കുട്ടൻ എന്നയാളുടെ പേരിൽ കേസെടുത്തു. ഓണാഘോഷം മുന്നിൽ കണ്ട് ചാരായം വാറ്റി പ്രദേശത്ത് വിൽപ്പന നടത്തുന്നതിനാണ് ഇത്രയധികം വാഷ് കൈകാര്യം ചെയ്തതെന്ന് ബോധ്യമായിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബാരലുകളിലും പ്ലാസ്റ്റിക് കന്നാസുകളിലും കുടങ്ങളിലുമായി സൂക്ഷിച്ചു വെച്ചിരുന്ന വാഷാണ് കണ്ടെത്തിയത്. പന്തീരായിരം വനത്തിൽ മുമ്പുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്നും 2018 കനത്ത മഴയിലും കാഞ്ഞിരപ്പുഴ ഗതിമാറി ഒഴുകി മതിൽമൂല നഗറിലെ വീടുകൾ തകർന്ന് സാരമായ നാശനഷ്ടങ്ങൾ പറ്റിയിരുന്നു. ഇവിടെയുള്ളവർക്കായി ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ കണ്ണൻകുണ്ടിൽ സർക്കാർ നിർദ്ദേശപ്രകാരം പ്രത്യേകമായി സ്ഥലം കണ്ടെത്തി മാറ്റി പാർപ്പിച്ചിരുന്നു. എന്നാൽ കുറച്ചു കുടുംബങ്ങൾ ഇപ്പോഴും ഇവിടെ താമസിച്ചു വരുന്നുണ്ട്. ഈ മേഖലയിലെ മുറുക്ക്, മദ്യപാനം, കുട്ടികൾ സ്കൂളിൽ പോകാത്ത കാര്യങ്ങളിൽ ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് ഇടപെട്ട് പ്രവർത്തിച്ചു വരുന്നതിനിടയിലാണ് പ്രദേശം കേന്ദ്രീകരിച്ച് വാറ്റുകേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിനെ തുടർന്ന് കാഞ്ഞിരപ്പുഴയുടെ തീരങ്ങളിൽ നിന്ന് ഇതിനു മുമ്പും വാറ്റുകേന്ദ്രങ്ങൾ കണ്ടെത്തി നശിപ്പിച്ചിരുന്നു. ഒന്നിലധികം പ്രതികൾ കേസിൽ ഉൾപ്പെട്ടതായി സൂചന ലഭിച്ചിട്ടുണ്ട്. തുടർന്നുള്ള അന്വേഷണം ശക്തമാക്കി മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യും. ആദിവാസികളെ ഉപയോഗിച്ചുകൊണ്ട് നഗറിന് പുറത്തുള്ളവരാണ് വാറ്റുകേന്ദ്രം നിയന്ത്രിക്കുന്നത് എന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്. ഇത്തരക്കാർക്കെതിരെ അബ്കാരി നിയമത്തിന് പുറമെ പട്ടികജാതി പട്ടികവർഗ ചൂഷണത്തിനെതിരെയുള്ള നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നടപടികൾ സ്വീകരിക്കുമെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ KT സജിമോൻ അറിയിച്ചു. കേസിൽ പ്രതിയായിട്ടുള്ള പ്രതി കുട്ടൻ ഓടി രക്ഷപ്പെട്ടതിനാൽ തത്സമയം അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൂടുതൽ തെളിവെടുപ്പ് നടത്തുമെന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണ ചുമതലയുള്ള നിലമ്പൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ TH ഷഫീഖ് പറഞ്ഞു. കേസിൽ കണ്ടെടുത്ത കുറ്റമുതലുകൾ നിലമ്പൂർ JFCM കോടതിയിൽ ഹാജരാക്കും. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ RP സുരേഷ് ബാബു, റെജി തോമസ്, പ്രിവന്റീവ് ഓഫീസർ പ്രമോദ് ദാസ്, സുഭാഷ് V, സിവിൽ എക്സൈസ് ഓഫീസർമാരായ M രാകേഷ് ചന്ദ്രൻ, CT ഷംനാസ്, U പ്രവീൺ, M ജംഷീദ്, എബിൻ സണ്ണി, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ NK സനീറ, K സജിനി, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർമാരായ P രാജീവ്, P പ്രദീപ് കുമാർ എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. N4 ന്യൂസ്, നിലമ്പൂർ. കിഴക്കൻ ഏറനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല. ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ 1000-ൽ പരം തിമിര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ്. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. തിമിര ശസ്ത്രക്രിയ, വെട്രിയോറെറ്റിന, കോർണിയ, പീഡിയാട്രിക് ഒപ്തൽമോളജി, ഗ്ലൂക്കോമ, ജനറൽ ഒപ്തൽമോളജി, ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ഊട്ടി റോഡ്, നിലമ്പൂർ, ചന്തക്കുന്ന്. ഫോൺ 9605221501, 0493 122 1501.